ശബരിമല സന്നിധാനത്തിൽ അയ്യപ്പസ്വാമി ഉറക്കമുണരുന്നതിനു മുൻപ് ഉറക്കമുണരുന്ന ചില കൂട്ടരുണ്ട്. അയ്യപ്പസ്വാമിയുടെ അഭിഷേകത്തിന് പാല് ചുരത്തുന്ന കന്നുകാലികൾ, അവരെ പരിപാലിക്കുന്ന ആനന്ദ്. അയ്യപ്പസ്വാമിയുടെ അഭിഷേകത്തിന് പാല് ചുരത്താൻ കന്നുകാലികളെ കൊണ്ട് സമൃദ്ധമാണ് സന്നിധാനത്തെ ഗോശാല. അഭിഷേകത്തിനു പുറമെ നിവേദ്യത്തിനും ഗോശാലയിലെ പശുക്കളുടെ പാലാണ് എടുക്കുന്നത്. ശബരിമല ഗോശാലയെക്കുറിച്ച് ഇവിടെ വിവിധ ഇനങ്ങളിലുള്ള 25 പശുക്കളുണ്ട്. 5 എണ്ണം വെച്ചൂരാണ്, ബാക്കി ജേഴ്സി HF ഇനത്തിലുള്ളവയാണ്. പുലർച്ചെ 3-ന് ക്ഷേത്ര നട തുറക്കും. അതിനാൽ 1:30-ക്ക് ഗോശാല ഉണരും. പശ്ചിമ ബംഗാൾ സ്വദേശി ആനന്ദ് സാമന്തുവാണ് കഴിഞ്ഞ 9 വർഷമായി ഗോശാലയുടെ പരിപാലകൻ. ആദ്യം പശുവിനെ കുളിപ്പിക്കും, പിന്നെ സാമന്തു. അതിനുശേഷം നിലവിളക്ക് കൊളുത്തി അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് പാല് കറന്നെടുക്കും. കൃത്യം 2-ന് പാൽ മേൽശാന്തിയുടെ മുറിയിലെത്തിക്കും. നട തുറന്ന ശേഷം അയ്യപ്പസ്വാമിക്കുള്ള അഷ്ടാഭിഷേകത്തിന് ഈ പാലാണ് എടുക്കുക. ബാക്കി നിവേദ്യം തയ്യാറാക്കാൻ എടുക്കും. വളരെ വൃത്തിയോടെയാണ് ഗോശാല പരിപാലിക്കുന്നത്. ലൈറ്റും ഫാനും ഒക്കെ ഗോശാലയിലുണ്ട് കേട്ടോ. എല്ലാറ്റിനെയും ദിവസവും കുളിപ്പിച്ച് ചന്ദനം തൊടിയിക്കും. ആവശ്യത്തിന് തീറ്റ കൊടുക്കും. തീർത്ഥാടനം തുടങ്ങിയ ശേഷം തീറ്റയ്ക്ക് അഴിച്ചുവിടാറില്ല. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദമുള്ള ജോലിയാണ് അയ്യപ്പ സന്നിധിയിലെ പശുപാലനമെന്ന് ആനന്ദ് സാമന്തു പറയുന്നു. ഗോശാലകളാൽ സമൃദ്ധമായ നാട്ടിലെ പരിചയം അത് ഇവിടെയും ആനന്ദിന് തുണയായി. ശബരി സന്നിധിയിൽ ഗോപരിപാലന തിരക്ക് ഒഴിയുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നാട്ടിൽ പോകാനും ആനന്ദ് മറന്നു. ഇക്കുറി മകരവിളക്ക് ഉത്സവം കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ ഒന്ന് പോയി വരണമെന്നുണ്ട്. 11 വർഷങ്ങൾക്ക് മുൻപ് 20 പശുക്കളുമായി ആരംഭിച്ച ശബരിമല ഗോശാലയിൽ നിലവിൽ 31 കന്നുകാലികളാണ് ഉള്ളത്. 7 പശുക്കൾക്കാണ് കറവയുള്ളത്. 11 കാളക്കിടാങ്ങളും ഉണ്ട്. HF, ജാർസി, ബിച്ചു, ഗീർ എന്നീ ഇനത്തിലുള്ള കന്നുകാലികളാണ് ഇവിടെ ഉള്ളത്. അഭിഷേക ആവശ്യത്തിനായുള്ള ശുദ്ധമായ പാൽ തിരുസന്നിധിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നു എന്നത് വലിയ കാര്യമാണ് എന്ന് ഭക്തരും പറയുന്നു. കന്നുകാലികൾക്ക് പുറമെ ഇവിടെ ആടുകളുണ്ട്, കോഴികളുണ്ട്. 40 കോഴികളും അയ്യപ്പ ഭക്തർ സമർപ്പിച്ച 2 ആടുകളും ഈ ഗോശാലയുടെ ഭാഗമാണ്. ചൂട് ശമനത്തിനായിട്ടാണ് ഫാനുകളും വെളിച്ചം പകരാൻ ലൈറ്റുകളും ഗോശാലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഗോശാലയും ആനന്ദും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാലും സജീവമായി തന്നെ ഉണ്ടാകും. ആ സമയങ്ങളിൽ പശുക്കളെ മേയാൻ വിടാറാണ് പതിവ്. ശബരിപീഠത്തിലും നീലിമലയിലും പമ്പയിലുമൊക്കെ പശുക്കൾ പോകാറുണ്ട് എന്നും കൃത്യമായി തിരിച്ചെത്താറുണ്ട് എന്നും ആനന്ദ് പറയുന്നു. തീർത്ഥാടന തിരക്ക് കാരണം സീസൺ ആകുമ്പോൾ പശുക്കളെ മേയാൻ വിടാറില്ല. ഗോശാലയിൽ തന്നെ അവയ്ക്ക് ആവശ്യമായ വൈക്കോലും തവിടും ഒക്കെ നൽകി വളർത്തും. കഴിഞ്ഞ 4 വർഷമായി അയ്യപ്പൻ അഭിഷേകത്തിന് സന്നിധാനത്തുള്ള ഗോശാലയിലെ പശുക്കളുടെ പാലാണ് എടുക്കുന്നത്. ഭസ്മക്കുളത്തിന് സമീപമാണ് ഗോശാല ഉള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തർ പശുക്കളെ നടക്കിരുത്തിയിരുന്നു. ഈ പശുക്കൾ പ്രസവിച്ചാണ് സന്നിധാനത്തെ ഗോശാല ഇത്രയും വിപുലമായത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ചെർപ്പുളശ്ശേരിയിൽ ഒരു കെട്ടിടം പണിക്ക് എത്തിയതാണ് ആനന്ദ് സാമന്തു. എന്നാൽ ഇപ്പോൾ ആനന്ദ് സാമന്തു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ശബരിമലയിലെ ഗോശാലയിൽ പണിയെടുക്കുന്നതും ഈ പശുക്കളെ പരിപാലിക്കുന്നതും വളരെ ഭക്തിയോടുകൂടി ഭഗവാനുള്ള അഭിഷേകത്തിനുള്ള പാൽ സന്നിധിയിൽ എത്തിക്കുന്നതും. അഭിഷേകത്തിനുള്ള പാലിന് ശേഷം ബാക്കി വരുന്ന പാൽ ദേവസ്വം PWD ഓഫീസുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. കന്നുകാലികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നതുമെല്ലാം ആനന്ദ് സാമന്തു തന്നെയാണ്. തീർത്ഥാടന കാലം കഴിഞ്ഞാൽ പ്രധാനമായും പാണ്ടിത്താവളം ഭാഗത്താണ് കന്നുകാലികളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്. മഴയായതുകൊണ്ട് തന്നെ ഇപ്പോൾ പുല്ലിന് ക്ഷാമമില്ല എന്ന് ആനന്ദ് പറയുന്നു. അതിനു പുറമെ പുല്ല് വെട്ടി ഷെഡിൽ കൊണ്ടുവരികയും ചെയ്യും. കാലിത്തീറ്റയും ലോഡ് കണക്കിനാണ് സംഭരിച്ചിരിക്കുന്നത്. ഇവ വാഹനങ്ങളിൽ പമ്പയിൽ എത്തിച്ച് അവിടെ നിന്ന് ട്രാക്ടറുകളിൽ സന്നിധാനത്ത് എത്തിക്കും. ഗോശാലയ്ക്ക് സമീപമുള്ള മുറിയിൽ തന്നെയാണ് ആനന്ദിന്റെ ഉറക്കവും. ശബരിമലയിൽ ഭഗവാൻ ആവശ്യമുള്ള പാൽ ഇത്രത്തോളം വൃത്തിയായി സമർപ്പണത്തോടെ ഭക്തിയോടെ എത്തിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു കാലമായിട്ടും പുണ്യം നിറഞ്ഞ ഒരു അനുഭവമായിട്ടുമാണ് ആനന്ദ് സാമന്തു കാണുന്നത്. എന്തായാലും ഒരു ബംഗാളിയായ ഒരാൾ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ശബരിമലയിൽ ഭഗവാന് ഇത്തരത്തിൽ ഗോശാല നടത്തി ആ ഗോശാലയിലെ ഗോക്കളെ മനോഹരമായി പരിപാലിച്ച് വൃത്തിയായി ഭക്തിയോടുകൂടി ഭഗവാന് അഭിഷേകത്തിനുള്ള പാലെത്തിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.